കഴിഞ്ഞ അരപ്പതിറ്റാണ്ടോളമായി തുടർച്ചയായി കുതിച്ചുയർന്ന ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് പ്രകടമായ തിരുത്തലുകളാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിക്ഷേപകരുടെയും കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് കാരണം അമിതമായി ഉയർന്ന വീട്ടുവാടകയും വസ്തുവിലയും പ്രവാസി സമൂഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അടുത്തിടെയായി സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ രണ്ടാം പാദത്തിലെ വിപണി കണക്കുകൾ പുറത്തു വരുമ്പോൾ താമസക്കാരെയും പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. അമിതമായ വിലക്കയറ്റത്തിന്റെ ഘട്ടം പിന്നിട്ട് വിപണി കൂടുതൽ സുസ്ഥിരവും ഉപഭോക്തൃ സൗഹൃദവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാന താമസ കേന്ദ്രങ്ങളിലെല്ലാം വാടക നിരക്കിലും വിൽപ്പന നിലയിലും ദൃശ്യമായ ഈ കുറവ് നഗരത്തിലെ പ്രവാസികളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന കാര്യം ഉറപ്പാണ്. കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ലോകത്തെ പല പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളും മന്ദഗതിയിലായപ്പോഴും ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരുന്നത്. ബിസിനസ് സൗഹൃദ നയങ്ങളും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളും പുതിയ വിസ ഇളവുകളും വിദേശ നിക്ഷേപകരെ വലിയ തോതിൽ ആകർഷിച്ചു. എന്നാൽ ഈ കുതിപ്പ് സ്വാഭാവികമായ ഒരു തിരുത്തലിലേക്ക് എത്തുമെന്ന വിദഗ്ധ പ്രവചനങ്ങളെ ശരിവെക്കുന്നതാണ് പുതിയ സാമ്പത്തിക നിരീക്ഷണങ്ങൾ. പ്രമുഖ ആഗോള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ കുഷ്മാൻ ആൻഡ് വേക്ക്ഫീൽഡ് കോറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ 3 മാസങ്ങളെ അപേക്ഷിച്ച് രണ്ടാം പാദത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ദുബായിലെ താമസ മേഖലയിൽ സ്ഥലം വിൽപ്പനയിൽ 4% കുറവും ശരാശരി വാടക നിരക്കിൽ 6% ഇടിവും രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷമായി നിരന്തരം മുകളിലേക്ക് മാത്രം സഞ്ചരിച്ചിരുന്ന വിപണിയിലുണ്ടായ ഈ മാറ്റം താമസക്കാർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമൊരുക്കുകയാണ്. ദുബായിലെ അതിപ്രധാന മേഖലകളിലും ആഡംബര താമസ സങ്കേതങ്ങളിലുമാണ് വിലക്കുറവ് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത്. അപ്പാർട്ട്മെന്റുകളുടെ വിഭാഗത്തിൽ പാം ജുമൈറയിലാണ് ഏറ്റവും ഉയർന്ന വിലക്കുറവ് അനുഭവപ്പെട്ടത്. ഇവിടെ 9% വില താഴ്ന്നു. പ്രമുഖ വാണിജ്യ താമസ കേന്ദ്രങ്ങളായ ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ് ബേ എന്നിവിടങ്ങളിൽ വില 7% വീതം കുറഞ്ഞു. താരതമ്യേന പുതിയതും വലിയ ജനപ്രീതിയുള്ളതുമായ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ 4%, ഇടത്തരം കുടുംബങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ജുമേറ വില്ലേജ് സർക്കിളിൽ 3% ഇടിവുണ്ടായി. വില്ലകളുടെ വിൽപ്പന വിപണിയിലും ഇതേ പ്രവണത തന്നെയാണ് കാണാനാകുന്നത്. സ്പ്രിങ്സ്, മെഡോസ് തുടങ്ങിയ പ്രമുഖ വില്ലാസ് സങ്കേതങ്ങളിൽ 9%, ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ 5% വിലക്കുറവ് അനുഭവപ്പെട്ടു. അതേസമയം സാധാരണക്കാരായ താമസക്കാരെ നേരിട്ട് ബാധിക്കുന്ന വാടക നിരക്കുകളിലാണ് അതിശക്തമായ അയവ് വന്നിരിക്കുന്നത്. ഡൗൺ ടൗൺ ദുബായിൽ അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ 14% ഭീമമായ കുറവുണ്ടായി. ദുബായ് മരീനയിലും ദുബായ് ഹിൽസ് എസ്റ്റേറ്റിലും 10%, പാം ജുമേറയിൽ 9% വാടക കുറഞ്ഞു. വില്ലാ വിഭാഗത്തിൽ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ മാത്രം 12% വാടക ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ വാടക കരാറുകൾ പുതുക്കുമ്പോൾ കെട്ടിട ഉടമകൾ ആവശ്യപ്പെട്ടിരുന്ന അമിത തുക നൽകാൻ സാധിക്കാതെ വിഷമിച്ച താമസക്കാർക്ക് ഈ മാറ്റം വലിയൊരു അവസരമാണ് നൽകുന്നത്. വിപണിയിലെ ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായും 2 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് വിപണിയിലേക്ക് പുതുതായി എത്തുന്ന വീടുകളുടെ വർദ്ധിച്ച എണ്ണമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മാത്രം 13,200-ലധികം പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായി വിപണിയിലേക്ക് എത്തിയത്. വിപണിയിൽ ആവശ്യത്തിന് വീടുകൾ ലഭ്യമായതോടെ കെട്ടിട ഉടമകൾക്ക് അമിത വാടക ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ പ്രധാന ഘടകം ഉപഭോക്താക്കളുടെ നിലപാടുകളിലെ മാറ്റമാണ്. ചെലവുകൾ കുതിച്ചുയരുന്നതോടെ ഉയർന്ന വാടകയുള്ള നഗരമധ്യത്തിൽ നിന്നും കുറഞ്ഞ നിരക്കുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങി. ഇതോടെ തങ്ങളുടെ കെട്ടിടങ്ങൾ ഒഴിച്ചിടുന്നത് ഒഴിവാക്കാനായി ഉടമകൾ വാടക കുറയ്ക്കാനും തവണകളുടെ എണ്ണം കൂട്ടുന്നതടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും നിർബന്ധിതരായി. നിർമ്മാണ മേഖലയിലെ കരാറുകളുടെ കുറവും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയിലെ തടസ്സങ്ങളും ചില പദ്ധതികളുടെ വേഗതയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതികൾ നിശ്ചിത സമയത്ത് തന്നെ കൈമാറാൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് വരും മാസങ്ങളിലും പുതിയ വീടുകൾ ധാരാളമായി വിപണിയിലെത്താൻ വഴിയൊരുക്കും. ദുബായിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെ സംബന്ധിച്ച് മാസം തോറുമുള്ള ജീവിത ചെലവിന്റെ ഏറ്റവും വലിയൊരു പങ്കും വീട്ടുവാടകയ്ക്കാണ് ചിലവാകുന്നത്. സമീപകാലത്തുണ്ടായ വാടക വർധനവ് കാരണം കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കേണ്ടി വന്നവരും ചെറിയ വീടുകളിലേക്ക് മാറുകയോ ഷെയറിംഗ് രീതികൾ സ്വീകരിക്കുകയോ ചെയ്തവരും നിരവധിയാണ്. എന്നാൽ വാടകയിൽ 10 മുതൽ 14% വരെ കുറവുണ്ടാകുന്നത് ഇവരുടെ പ്രതിമാസ സമ്പാദ്യത്തെ നേരിട്ട് പിന്തുണയ്ക്കും. ഷാർജ, അജ്മാൻ തുടങ്ങിയ അയൽ എമിറേറ്റുകളിൽ താമസിച്ച് ദിവസേന മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ദുബായിലേക്ക് ജോലിക്കെത്തുന്ന മലയാളി ജീവനക്കാർക്ക് ഇനി കുറഞ്ഞ ചെലവിൽ ദുബായിൽ തന്നെ താമസം കണ്ടെത്താനുള്ള അവസരവും ഇത് തുറന്നു നൽകുന്നുണ്ട്. മാത്രമല്ല, വസ്തുവിലയിലുണ്ടായ തിരുത്തലുകൾ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം കാത്തുസൂക്ഷിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. ആദ്യമായി വീട് വാങ്ങുന്നവർക്കായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ആദ്യ വീട് വാങ്ങൽ പദ്ധതികളും അതുപോലെ അനുയോജ്യമായ റെസിഡൻസി വിസ വ്യവസ്ഥകളും പ്രവാസികളെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കാനും സാധ്യതയുണ്ട്. വരും പാദങ്ങളിലും പുതിയ 10,000-കണക്കിന് വീടുകൾ കൂടി വിപണിയിലേക്ക് എത്താനിരിക്കുകയാണ്. ഇത് വാടകയിലും വിൽപ്പന വിലയിലും പെട്ടെന്നൊരു കുതിച്ചുചാട്ടത്തിന് ഇനി വഴിയൊരുക്കില്ല എന്നതാണ് നിരീക്ഷണം. എന്നാൽ ഇതിനെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയായി കാണാനാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. മറിച്ച് അനിയന്ത്രിതമായ അമിത വളർച്ചയിൽ നിന്ന് ഒരു വിപണി കൈവരിക്കുന്ന
സ്വാഭാവിക സമനിലയാണിത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഓഫീസ് മുറികൾക്കും വ്യാവസായിക കെട്ടിടങ്ങൾക്കും ഇപ്പോഴും ഉയർന്ന ഡിമാൻഡും വാടക വർധനവും നിലനിൽക്കുന്നുണ്ട് എന്നതും വിപണി ശക്തമാണെന്നതിന്റെ തെളിവാണ്. അനിയന്ത്രിതമായ വാടക വർധനവിൽ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് വിപണിയിലെ ഈ തണുപ്പൻ പ്രവണത വലിയ പ്രത്യാശയാണ് നൽകുന്നത്. വിപണിയിൽ വിതരണവും ആവശ്യകതയും തമ്മിൽ കൃത്യമായ തുലനാവസ്ഥ കൈവരിക്കുന്നതോടെ വരും മാസങ്ങളിൽ ദുബായിലെ താമസ ചെലവ് കൂടുതൽ സാമാന്യ ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയും പ്രവാസി ജീവിതം കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ളതാകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.